ഈ അമ്മായിയമ്മമാർക്കൊക്കെ ഒരു ധാരണയുണ്ട്. മകൻ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വരുന്ന ഭാര്യമാർ അവരുടെ അടിമയാണെന്നാണ് അവരുടെ വിചാരം. അതുപോലെ തന്നെയാണ് പെങ്ങന്മാർക്കും. ആങ്ങളമാരുടെ ഭാര്യമാർ വെറും വേസ്റ്റാണ്. ഇവളുമാരൊക്കെ ചെല്ലുന്ന വീട്ടിൽ ഇതിൻ്റെ അപ്പുറത്തതായിരിക്കും കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് വീട്ടിൽ വന്ന് പറയണം, നിങ്ങൾ നല്ലതുപോലെ ഒന്ന് സ്നേഹിച്ച് നോക്കിക്കുക വരുന്ന ആ പെണ്ണിനെ. അവർ നമ്മളെ അതേപോലെ സ്നേഹിക്കും. ഈ അമ്മായിമ്മമാരെന്ന് പറയുന്നത് എല്ലാവരെയും ഒന്നും പറയുന്നില്ല, ഏതാനും നൂറ്റാൾ ചിലതേ ഉള്ളൂ നല്ലത്. ബാക്കിയുള്ള എല്ലാം കണക്കാണ്. അവർക്ക് അവരുടെ ഒരു മകളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കത്തില്ല നല്ലതായി വരണമെന്നൊക്കെ. പക്ഷേ മരുമക്കൾ അവർക്ക് വെറും വേസ്റ്റ് പോലെയാണ്. പെങ്ങന്മാരും അതുപോലെ തന്നെയാണ്. കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കുറ്റവും കുറവെല്ലാം കണ്ടുപിടിച്ച് അവളെ എത്രത്തോളം അടിച്ച് താഴ്ത്താൻ ആ രീതിയിലാണ് കാണുന്നത്. അതേ സമയത്ത് ഭർത്താവോ, ചില ഭർത്താക്കന്മാരുണ്ട് അത് ഭാര്യയെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മായിയമ്മയെ ഭയന്നിട്ടായിരിക്കും, തലയെ ഭയന്നിട്ട്, അല്ലെങ്കിൽ പെങ്ങന്മാരെ ഭയന്നിട്ടായിരിക്കും. അല്ലെങ്കിൽ കൊള്ളാം ഈ ഭർത്താവ്, അവർ തമ്മിൽ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ഈ ഭർത്താവ് ചെയ്യേണ്ട പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രണ്ട് ഭാഗവും ക്ലിയർ ചെയ്യണം. അല്ലാതെ ഒരാളുടെ സൈഡ് പിടിച്ചുകൊണ്ട്, അതായത് തള്ളയുടെ സൈഡ് പിടിച്ചുകൊണ്ട് ഭാര്യയെ അങ്ങ് അടിച്ചമർത്തരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. മിക്കയിടത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ തള്ളയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ തള്ള ആഹാരം കഴിക്കാതെയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുമെന്നുള്ള പേടിക്കായിരിക്കും അവർ തള്ളയെ കുറ്റം പറയാത്തത്. ഭാര്യയെ അങ്ങ് കുറ്റം പറയാം. പക്ഷേ അവരുടെ മനസ്സിലൊരു വേദന ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരും മനുഷ്യനാണ് നമ്മളെപ്പോലെ. നമ്മൾ അവർക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെയും സ്നേഹിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു വിചാരമുണ്ട്, വല്ലയിടത്തെയും പെണ്ണല്ലേ, അവളെങ്ങനെ ആയാലും എന്ത്. പക്ഷേ ഏറ്റവും വലിയ തെറ്റാണ്, അതൊരു ശാപമാണ്. അവൾ ശപിക്കുക തന്നെയല്ല, അവളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരുടെ വീട്ടിൽ അവളുടെ സങ്കടങ്ങളെല്ലാം അവൾ ചെയ്യുന്നവരുടെ വീട്ടിൽ ചെന്ന് പറയും. വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരുടെ കൂട്ടുകാരികളാണേലും വീട്ടിൽ തള്ളയാണേലും തന്തയാണേലും അവരുടെ കൂടപ്പിറപ്പുകളാണേലും എല്ലാവരും ഈ വീട്ടുകാരെ ശപിച്ചുകൊണ്ടിരിക്കും. അതിൽ നല്ലത് എന്തിനാണ് അതിന് പോകുന്നത്, സ്നേഹത്തിൽ കഴിയുക അവരുമായിട്ട്. ഒരുപാട് സ്നേഹത്തിൽ കഴിഞ്ഞ് നല്ല രീതിയിലൊക്കെ ക്ലിയർ ചെയ്യാൻ നോക്കണം. ചില പെൺമക്കൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീട്ടിൽ പറയത്തില്ല. കാരണം ഈ വീണ്ടും ഒരു ബാധ്യതയായിട്ട് വീട്ടിൽ ചെന്ന് നിൽക്കുമ്പം ഉണ്ടാകുന്ന ആ ഒരു മാനസിക പ്രശ്നം കാരണം അവർ അങ്ങോട്ട് അനങ്ങത്തില്ല, അവരങ്ങ് ക്ഷമിക്കുമങ്ങ്. പക്ഷെ അത് തെറ്റാണ്, തെറ്റായ കാര്യമാണ്. നമ്മൾ വീട്ടുകാരും കൂടെ ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു പെണ്ണ് കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ അവളുടെ ഭർത്താവാണ് അവർക്കെല്ലാം. അല്ലാതെ വീട്ടിലെ അമ്മയോ അച്ഛനോ പെങ്ങന്മാരോ ഒന്നുമല്ല. അവർക്ക് ഏറ്റവും കൂടുതൽ സ്വന്തം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവാണ്. അത് നല്ലതുപോലെ ഈ അമ്മായിയമ്മമാരെന്ന് പറയുന്നവർ ചിന്തിക്കണം, കേട്ടല്ലോ. പിന്നെ അവളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഔദാര്യമായിട്ട് കണ്ടാൽ മതി, ഇത്രയും ഓവറാവരുത് കേട്ടോ.